പണ്ട് കാലങ്ങളിൽ നടത്തിയിരുന്ന ഉത്സവങ്ങളുടെ ഭംഗി ഈ ഒരു ഉത്സവത്തിലൂടെ നിങ്ങൾക്ക് മനസ്സിലാകും. എല്ലാവരും വീഡിയോ മുഴുവനായി തന്നെ കാണാൻ ശ്രമിക്കുക. തനിമ ചോരാത്ത കേരളത്തിന്റെ ഉത്സവം കണ്ടാസ്വദിക്കുക. ഗ്രാമങ്ങളായിക്കോട്ടെ സിറ്റി ആയിക്കോട്ടെ, കേരളത്തിലെ മലയാളികൾ ഉള്ളിടത്തോളം കാലം എവിടെയും കാണുന്ന ഒന്നാണ് ചെണ്ടമേളം. പൂരം കൊടിയേറി കഴിഞ്ഞാൽ എല്ലാവർക്കും മേളം തന്നെയാണ്. നാട്ടുകാരും അതിൻ്റെ മേളത്തിൽ ഡാൻസ് ചെയ്യുകയാണ്. എന്ത് മനോഹരമായ ആചാരമാണ്! നാട്ടിൻ പുറത്തെ പല ക്ഷേത്രങ്ങളിലും കണ്ടുവരുന്ന ഒരു ആചാരമാണ് പടുക്ക സമർപ്പണം. പല ഇനത്തിലുള്ള വാഴകളിൽ നിന്നുള്ള വാഴക്കുലകൾ കൊണ്ടാണ് ഇവിടെ പടുക്ക സമർപ്പണം നടത്തുന്നത്. അതും ഒരു പൂജ തന്നെയാണ്. ക്ഷേത്രത്തിൽ നിന്നുമുള്ള വർണ്ണാഭമായ ഘോഷയാത്രയ്ക്ക് അകമ്പടിയായി കുതിരയും കാളയും ഇവിടെ തയ്യാറാണ്. മരം കൊണ്ടുള്ള കാളയും കുതിരയും അതും ഒരു ആചാരം തന്നെയാണ്. വിവിധ ഇനം വാഴക്കുലകൾ കൊണ്ടൊരുക്കിയ പടുക്കയിൽ വിളക്കൊരുക്കുന്ന ദൃശ്യമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കാണുന്ന വിളക്ക് കൂടി തയ്യാറായി കഴിഞ്ഞാൽ അമ്പലത്തിലേക്കുള്ള ഘോഷയാത്രയ്ക്കുള്ള ഒരുക്കം തയ്യാറായി കഴിഞ്ഞു. ഇനി അമ്പലത്തിലേക്കുള്ള യാത്രയാണ്. ചെണ്ടമേളം ആരംഭിച്ച ശബ്ദം കാതുകളിൽ മുഴങ്ങുന്നുണ്ട്. നല്ല ഒരു അന്തരീക്ഷം തന്നെയാണ്. ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ ധാരാളമായുള്ള കലാരൂപങ്ങളും കാണാവുന്നതാണ്. നമുക്ക് ബാക്കിയുള്ള കാഴ്ചകളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാം. ഈ ഒരു പടുക്കയോടൊപ്പം കത്തി ജ്വലിച്ചു നിൽക്കുന്ന വിളക്ക് കാണാൻ തന്നെ എന്ത് ഐശ്വര്യമാണ്! ഭക്തിസാന്ദ്രമായ അന്തരീക്ഷം. വർഷത്തിൽ മാത്രമുള്ള ഒരു ഉത്സവമായതുകൊണ്ട് തന്നെ എല്ലാവർക്കും ആവേശം തന്നെയാണ്. ആവേശം കാട്ടുന്നതും ഇതുപോലെ തന്നെ നൃത്തം ചെയ്തുകൊണ്ട് കാണാൻ വളരെ ഭംഗിയുള്ള, കണ്ണുകൾക്ക് വളരെ ഭംഗി നൽകുന്ന കാഴ്ച തന്നെയാണ്. ചെണ്ടമേളത്തോടൊപ്പം ചേർന്ന് നൃത്തം ചെയ്യുന്ന ചേച്ചിമാരെ കൂടി കാണാവുന്നതാണ്. അതിൻ്റെ തനിമ ചോരാതെ ചെണ്ടമേളവും മറ്റ് കാഴ്ചകളും. നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് അമ്പലത്തിലേക്കായി ഘോഷയാത്രയ്ക്കായി ഒരുക്കിയ കുതിരയും കാളയുമാണ്. ഒന്ന് കണ്ടു നോക്കാം. ദേവിയുടെ ഫോട്ടോയും ഒക്കെ വെച്ച് പട്ടൊടുത്താണ് അത് ഒരുക്കി വെച്ചിരിക്കുന്നത്. ചുവപ്പ് കണ്ടാൽ ഇടയുന്ന കാളയല്ല, നല്ല കൊമ്പുള്ള കാള. അങ്ങനെ പടുക്കയുടെ ഒരുക്കം കഴിഞ്ഞ് ഘോഷയാത്രയ്ക്കായി എല്ലാവരും തയ്യാറെടുത്ത് നിൽക്കുകയാണ്. പണ്ട് കാലങ്ങളിലെ കേരളത്തിലെ ഉത്സവത്തെ വെച്ച് നോക്കുമ്പോൾ ഇന്നത്തെ ഉത്സവം അത്ര ഭംഗിയുള്ളതാണോ എന്നതിൽ വളരെയധികം സംശയമുള്ളതാണ്. കാരണം എന്താണെന്നാൽ നാടൻ കലാരൂപങ്ങൾ, ആന മുതലായ, വെടിക്കെട്ട് മുതലായ ഒന്നും ഇന്നത്തെ ഉത്സവങ്ങളിൽ കാണാറില്ല. കഴിഞ്ഞ വർഷത്തെ ഉത്സവത്തിന്, എൻ്റെ നാട്ടിലെ ഉത്സവത്തിൻ്റെ കാര്യമാണ്, അവിടെ ആനയ്ക്ക് പകരം റോബോട്ട് ആനയാണ് വന്നത്. എൻ്റെ നാട്ടിലെ അമ്പലങ്ങളിലെ ഉത്സവം അത്ര എടുപ്പുള്ളതൊന്നുമല്ല. ഒരു നോർമൽ ഉത്സവം. അതിലാരെയും കുറ്റപ്പെടുത്തുന്നില്ല. കാരണം പണത്തിൻ്റെ കുറവുള്ളത് കൊണ്ട് തന്നെയാണ് ചുരുങ്ങിയ ചിലവിൽ ഉത്സവങ്ങൾ ഇന്ന് നാട്ടിൽ നടത്തി വരുന്നത്. എന്നാൽ ഇവിടുത്തെ ഉത്സവം വളരെ ഭംഗിയുള്ളത് തന്നെയായിരുന്നു. ഉള്ള പണം വെച്ച് നല്ല രീതിയിൽ തന്നെ കേമമായി തന്നെ ഇവർ നടത്തുന്നുണ്ട്. പഴയകാല ഉത്സവങ്ങളുടെ മാതൃകയിൽ തനിമ ചോരാത്ത ഈ ഒരു ഉത്സവത്തിന് കാരണം യുവാക്കളുടെ ചുറുചുറുക്ക് തന്നെയാണ്. അങ്ങനെ നല്ലൊരു ഉത്സവം കൂടാൻ പറ്റിയ സന്തോഷത്തിൽ എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഞാനും പോകുന്നു എൻ്റെ വീട്ടിലേക്ക്. എല്ലാവർക്കും എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും സ്നേഹത്തോടെ ടാറ്റാ, ബൈ.